ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി റാഗിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ, 3, ഇതാണ് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് റാഗിപ്പൊടി. ഇതാ മധുരത്തിന് ആവശ്യമായി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഉരുക്കി വരട്ടെ, മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതാ തേങ്ങ ഉടച്ച് ചിരവണം. നമുക്കിതാ ഈ തേങ്ങയിൽ നിന്ന് പാലെടുക്കണം. ഇതാ മിക്സിയിൽ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതാ റാഗിപ്പൊടി ഇതെല്ലാം എടുത്ത് വെച്ചിരുന്നേ. അതിലോട്ട് നമുക്ക് തേങ്ങാ വെള്ളമില്ലേ, തേങ്ങാ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അരിച്ചിട്ട് ഒഴിക്കണം. ഇത്ര ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, തേങ്ങാ വെള്ളം. നന്നായിട്ട് കലക്കിയെടുക്കണം, തരിയില്ലാതെ. ഇപ്പം തരിയില്ലാതെ നന്നായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഒരു ചീനച്ചട്ടി എടുത്തു. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു ബൗളും കൂടെ ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാ വെള്ളമൊന്നും കളയേണ്ടതായിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇത് തന്നെയാണല്ലോ തേങ്ങാ വെള്ളം, നീര് വെള്ളം. അതിലോട്ട് നമ്മൾ ശർക്കര പാനി ഉരുക്കിയത് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കെട്ടാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതാ നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പം നന്നായി കുറുകി വന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ 1 ടേബിൾ സ്പൂൺ എള്ളം എടുത്തിട്ട് ഞാൻ വൃത്തിയായി കഴുകിയതാണ്. ഇത് ഇട്ട് കൊടുക്കുക അതിലോട്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, വളരെ ഹെൽത്തിയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്.